പച്ചവെളിച്ചം ഒരു വീഡിയോയിലേക്ക് പോവുകയാണ്. പയ്യന്നൂർ പെരുമ്പയിലാണുള്ളത്. നമ്മുടെ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നിരവധി തണൽ മരങ്ങൾ കാണുന്നത് തന്നെ ഒരു വലിയ ആശ്വാസമായിരുന്നു. അത് നമ്മുടെ വെയിലിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടുകാർക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോ തൊഴിലാളികൾക്ക്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് തൊഴിലാളികൾക്ക്, ചുമട്ടുകാർക്ക് ഒക്കെ വലിയ ആശ്വാസമായിരുന്നു ഇത്തരം തണൽ മരങ്ങൾ, അതുപോലെ തന്നെ അതിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും. എന്നാൽ നമ്മുടെ പല തണൽ മരങ്ങളും പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വെട്ടിമാറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമ്മുടെ പെരുമ്പയിൽ തലയെടുപ്പോടു കൂടി നിന്നിരുന്ന വലിയ മരങ്ങളാണ് പൊതുമരാമത്ത് വകുപ്പ് വെട്ടിമാറ്റിയിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഉദ്ദേശങ്ങളും താല്പര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു മനോഹരമായ ഒരു കെട്ടിടം ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അവർക്കൊക്കെ ഇതൊക്കെ വലിയ തടസ്സമാകും, അവരുടെ താല്പര്യങ്ങൾക്ക് ഇതൊക്കെ എതിരാവും എന്നതിനാലാണ് ഈ മിണ്ടാപ്രാണികൾ എന്ന് പറയാവുന്ന മരങ്ങൾക്ക് നേരെയുള്ള കയ്യേറ്റം ഉണ്ടായിട്ടുണ്ടാവുക. അതിന് അവർക്ക് പല കാരണങ്ങളുണ്ടാവും. അത് അത് അപകടകരമാണ് എന്നുള്ള രീതിയിലുള്ള സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കാൻ അവർക്ക് പറ്റും. നമ്മൾക്കറിയാം, പെരുമ്പയിൽ ഇപ്പോഴും പല മരങ്ങളുണ്ട്. ഈ മരങ്ങളൊക്കെ സമ്പന്നരുടെ മുന്നിൽ ഉള്ള ബിൽഡിങ്ങിൻ്റെ മുന്നിലൊക്കെ ഇത്തരം മരങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മരങ്ങൾക്കൊക്കെ വലിയ കേടുപാടുകൾ ഉണ്ടാകും എന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം. ഏതായാലും ഇതിനൊന്നും ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാൾ പോലും ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്, തൊഴിലാളികളുണ്ട്, ഇവിടെ നിരവധി കച്ചവടക്കാരുണ്ട്. അവരാരും തന്നെ ഇതിനെ ചോദ്യം ചെയ്തില്ല. അതുപോലെ തന്നെ ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ടുന്ന ആളുകളും ചോദ്യം ചെയ്തില്ല. പക്ഷേ ഇതൊക്കെ കണ്ട സമയത്ത് നമ്മൾക്ക് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പച്ചവെളിച്ചത്തിന് ഇതൊരു സങ്കടകരമായ കാഴ്ചയായിട്ട് തോന്നി. ഇത് രാത്രിയുടെ മറവിലാണ് ഇതൊക്കെ വെട്ടിപ്പൊളിച്ച് അതുപോലെ തന്നെ ഇതൊക്കെ മുറിച്ചു മാറ്റിയത് എന്ന കാര്യവും നല്ല ബോധ്യമുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ മുറിച്ചു മാറ്റിയുടെ പണിയുന്ന ബിൽഡിങ്ങൊക്കെ അതിൻ്റെ നിയമപ്രകാരമാണോ, അല്ല പാർക്കിംഗ് സൗകര്യങ്ങളും ഇതിനൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടണം. അവർക്കൊക്കെ എന്തുമാകാം. അതുപോലെ തന്നെ ഈ മരങ്ങളിലൊക്കെ ആവാസ വ്യവസ്ഥയായിട്ടുള്ള നിരവധി പക്ഷികളുണ്ട്. ആ പക്ഷികൾക്കൊക്കെ താമസമൊരുക്കുന്ന, അവരുടെ കൂടുകൾ ഒരുക്കുന്ന ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ് ഓരോ മരങ്ങളും എന്ന കാര്യവും നമ്മൾക്ക് നല്ല ബോധ്യമുണ്ടാകണം. ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നതാണ് പച്ചവെളിച്ചത്തിന് ഒറ്റ നോട്ടത്തിൽ പറയാനുള്ളത്. പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.